Hello everyone, welcome back to the channel. Plus 2 Mathematics Revision Series ക്ലാസ്സുകളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്തിരുന്നത്. ഇന്നും റിവിഷൻ ടോപ്പിക് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൻ്റെ കുറച്ച് പോർഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ പരീക്ഷയ്ക്ക് ചോദിച്ച ടൈപ്പ് പ്രോബ്ലംസും അതുപോലെ തന്നെ അതിൻ്റെ മെത്തേഡുകൾ എങ്ങനെയാണെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട സെക്ഷൻസ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ റിവിഷൻ രീതിയിലുള്ള ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ്. ഓക്കെ, അപ്പോൾ ഇതിൽ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് എക്സാമിന് ചോദിക്കുന്നത്. അതായത് ഒരു ഗ്രാഫ് വരച്ച് അത് തന്നിരിക്കുന്ന ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം സോൾവ് ചെയ്യുക, ഗ്രാഫ് വരച്ചിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് മേടിക്കാവുന്നതാണ്. ഈ 6 മാർക്കും ജസ്റ്റ് ഒന്ന് ഗ്രാഫ് വരയ്ക്കുന്ന രീതി ഒന്ന് മനസ്സിലാക്കി വെക്കുക. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനൊരു 2 പാർട്ടുകളുണ്ടാവും അല്ലേ? ലീനിയർ പ്രോഗ്രാം പ്രോബ്ലത്തിൽ 2 പാർട്ടുകളുണ്ട്. ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ട്, z=ax+b എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ട്. അതിനെയാണ് നമുക്ക് ഒന്നെങ്കിൽ മാക്സിമൈസ് ചെയ്യണം അല്ലെങ്കിൽ മിനിമൈസ് ചെയ്ത് വരേണ്ടത്. പിന്നെ എന്താണുള്ളത്? ഒരു സെറ്റ് ഓഫ് കൺസ്ട്രെയിൻസ് ഉണ്ട്. എക്സിലും വൈയിലും ഉള്ള കുറച്ച് ഇൻഇക്വാലിറ്റീസ് നമുക്ക് തന്നിട്ടുണ്ടാവും. അതിനെ വിളിക്കുന്ന പേരാണ് കൺസ്ട്രെയിൻസ്. അപ്പോൾ ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും ഉണ്ടാവും, ഒരു കൺസ്ട്രെയിൻറ്റും ഉണ്ട്, ഒന്നിലധികം കൺസ്ട്രെയിൻസും ഉണ്ടാവും. അതായത് കുറച്ച് കണ്ടീഷൻസ് ആണ് ഈ കൺസ്ട്രെയിൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒപ്പം അതിനകത്തൊരു നോൺ നെഗറ്റിവിറ്റി റെസ്ട്രിക്ഷനായ x>0 y>0 എന്ന് പറയുന്ന ഒരു കണ്ടീഷനും കൂടെ ഉണ്ടാവും. അതെന്തിനാണ് സൂചിപ്പിക്കുന്നത്? നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മൾ മാർക്ക് ചെയ്യും, റീജിയൻ എല്ലാം മാർക്ക് ചെയ്യുമല്ലോ. മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കേണ്ട പോർഷൻ ഏതാണ്? ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ വരുന്ന റീജിയൻ മാത്രമാണ് നമ്മൾ എടുക്കേണ്ടതെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് x>0 y>0 എന്നുള്ള ഒരു ഇനീക്വാലിറ്റിയും കൂടെ അവിടെ തരുന്നത്, ഒരു നോൺ നെഗറ്റിവിറ്റി റെസ്ട്രിക്ഷനും കൂടെ തരുന്നത്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സോൾവ് ഗ്രാഫിക്കൽ സൊല്യൂഷൻ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: മിനിമൈസ് z=3x + 9y സബ്ജക്റ്റ് ടു എന്ന് എഴുതുന്നതിന് പകരം st എന്നും ചിലപ്പോൾ ഇടാറുണ്ട്. സബ്ജക്റ്റ് ടു 3 കൺസ്ട്രെയിൻ്റ് ഉണ്ട്. x + 3y ≤ 60, x + y ≥ 10, x <= y. അതുപോലെ തന്നെ നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻറ്റ് x > 0 y > 0. ഇങ്ങനെ 3 ഇനിക്വാലിറ്റിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇനിക്വാലിറ്റിയാണ്. അപ്പോൾ ഇത് ഗ്രാഫിക്കലി സോൾവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 3 ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ ദ ഫീസിബിൾ റീജിയൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വെർട്ടിസസ് ഓഫ് ദ ഫീസിബിൾ റീജിയൻ. ഫീസിബിൾ റീജിയൻ്റെ വെർട്ടിസസ് കാണണം, അതായത് കോർണർ പോയിന്റ്സ് കാണണം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ മിനിമം വാല്യൂ ഓഫ് z സബ്ജക്ട് ടു ദ ഗിവൺ കൺസ്ട്രെയിൻസിൻ്റെ ബേസിസിൽ ഫംഗ്ഷൻ്റെ മിനിമം വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ തന്നെ ഇവിടെ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഫംഗ്ഷൻ മിനിമൈസ് ചെയ്യാനാണ് ലാസ്റ്റ് ആൻസർ. നമ്മൾ ഏറ്റവും മിനിമം വാല്യൂ ആണ് എടുക്കേണ്ടത്. തന്നിരിക്കുന്ന കൺസ്ട്രെയിൻസിനെ എല്ലാം, അതായത് ഇൻഇക്വാലിറ്റീസിനെ എല്ലാം ഇക്വേഷൻസ് ഫോമിൽ കൺസിഡർ ചെയ്തിട്ട് അത് അതിൻ്റെ കറസ്പോണ്ടിങ് ലൈൻ നമ്മൾ പ്ലോട്ട് ചെയ്യണം ഗ്രാഫിനകത്ത്. അപ്പോൾ ആദ്യത്തെ ഇൻഇക്വാലിറ്റി ഇവിടെ x + 3y <= 60 ആണ്. അപ്പോൾ അത് നമുക്ക് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യണം. അപ്പോൾ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് 2 പോയിന്റ്സ്, മിനിമം 2 പോയിന്റ്സ് ആവശ്യമാണ്. അപ്പോൾ ആ 2 പോയിന്റ്സ് ആദ്യം കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ x + 3y = 60. എക്സ് വൈ കോർഡിനേറ്റുകൾ നമുക്ക് കാണണം. അതിനുവേണ്ടി ആദ്യം എക്സിന് 0 കൊടുക്കും, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, എക്സിന് 0 കൊടുത്താൽ വൈയുടെ വാല്യൂ എന്ത് വരും? ഇവിടെ 3y = 60 എന്ന് വരും അല്ലേ? 3y 60 ആണെങ്കിൽ വൈയുടെ വാല്യൂ 60 / 3 വരും, അതായത് 20. അപ്പോൾ എക്സിന് 0 ആയ വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 20 എന്നുള്ള വാല്യൂ കിട്ടും. അതുപോലെ വൈക്ക് 0 കൊടുത്താൽ, വൈക്ക് ഇവിടെ 0 കൊടുത്താൽ 3 × 0 0 വരും, x = 60 വരും. അപ്പോൾ നമ്മുടെ പോയിന്റ്സ് ഏതൊക്കെയാണ്? 0, 20യും രണ്ടാമത്തെ പോയിന്റ് 60, 0യാണ്. എക്സ് കോർഡിനേറ്റ് ആദ്യം എഴുതണം, വൈ കോർഡിനേറ്റ് രണ്ടാമത് എഴുതണം. 0, 20യും 60, 0യാണ് നമ്മുടെ ഫസ്റ്റ് ലൈന് വേണ്ടിയിട്ടുള്ള പോയിന്റ്സ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ പോയിന്റുകൾ ഈ പോയിന്റുകൾ ഉപയോഗിച്ച് നമുക്ക് ലൈൻ വരയ്ക്കണം. ഓക്കെ, ഇനി രണ്ടാമത്തെ ഇൻഇക്വാലിറ്റി എന്തായിരുന്നു? x + y > 10 ആണ്. അതിന് ഇക്വേഷൻ ഫോമിൽ കൺസിഡർ ചെയ്യുക. x + y > 10 എന്നാണ് പറഞ്ഞിരുന്നത്. അതിനെ ഒരു ഇക്വേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുക. x + y = 10, x + y = 10. അപ്പോൾ ഇത് ലൈൻ വരയ്ക്കണമെങ്കിൽ നമുക്ക് ഇതിനും 2 പോയിന്റ് വേണം. അപ്പോൾ എക്സിന് 0 കൊടുക്കുക, കറസ്പോണ്ടിങ് ആയിട്ട് y കണ്ടുപിടിക്കുക. ഇവിടെ എക്സിന് 0 കൊടുത്താൽ y = ഡയറക്റ്റ് കിട്ടും, 10 കിട്ടും. വൈക്ക് 0 കൊടുത്താൽ എക്സിന് 10 കിട്ടും. അപ്പോൾ എളുപ്പത്തിൽ കിട്ടും. x + y = 10.
അപ്പോൾ 2 പോയിന്റുകൾ ഏതൊക്കെയാണ്? 0,10 എന്നും 10,0 ഇങ്ങനെ 2 പോയിന്റുകളാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 0, 10ഉം 10, 0 ഉപയോഗിച്ച് നമുക്ക് ഈ x + y = 10 എന്നുള്ള ലൈനെ പ്ലോട്ട് ചെയ്യാൻ പറ്റും. ഇനി മൂന്നാമത്തെ ഇൻഇക്വാലിറ്റി എന്തായിരുന്നു? x < y ആയിരുന്നു. അതിനെ x = y എന്നുള്ള ലൈനായിട്ട് കൺസിഡർ ചെയ്യേണ്ടി വരും. x = ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x = y എന്ന് പറഞ്ഞ ലൈൻ എന്താ? ഒറിജിനിൽ കൂടെ 1, 1, 2, 2, 3, 3 എന്ന് പറഞ്ഞ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈനാണ് x = y. അപ്പോൾ അത് ഡൗട്ടുള്ള ആൾക്കാർ നമ്മൾ പോയിന്റ് മാർക്ക് ചെയ്യുക. എക്സിന് 0 കൊടുത്താൽ എന്ത് വരും? വൈക്കും 0 തന്നെ. എക്സിന് ഞാൻ 2 കൊടുക്കണമെങ്കിൽ വൈക്കും 2 തന്നെ വരും. x = y അല്ലേ? എക്സിന് 10 കൊടുക്കണമെങ്കിൽ വൈക്കും 10 തന്നെ വരും. അപ്പോൾ ഏതെങ്കിലും 2 പോയിന്റ് കൊടുത്ത് നോക്കുക നിങ്ങൾ. അപ്പോൾ x = y എന്നുള്ള ഇത് വരയ്ക്കാൻ നമുക്കറിയാം. ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്ന 1, 1, 2, 2, 3, 3, 4, 4 ആ രീതിയിൽ ആ പോയിന്റുകളിൽ കൂടെ കടന്നു പോകുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനാണ് x = y എന്നുള്ള ലൈൻ. ഓക്കെ, നമ്മൾ XY ആക്സിസിൽ പോയിന്റ് മാർക്ക് ചെയ്യുക. ഇത് മാർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ XY വാല്യൂസ് 20, 60 ഒക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 10, 20. അപ്പോൾ നമ്മൾ അതനുസരിച്ച് X വാല്യൂസ് Y വാല്യൂസ് മാർക്ക് ചെയ്യാം. ഇവിടെ 10, 20, 30, 40 ആ രീതിയിലെടുക്കാം. അതുപോലെ Y വാല്യൂസ് ആയിട്ട് നമുക്ക് 10, 20, 30, 40 ആ രീതിയിലെടുക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ 1, 2, 3 എന്നുള്ള രീതിയിൽ നമുക്ക് എടുത്താൽ മതിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന പോയിന്റിനെ അനുസരിച്ച് നിങ്ങൾ പോയിന്റ് ഇവിടെ XY ആക്സിസിൽ മാർക്ക് ചെയ്യുക. ഓക്കെ, എളുപ്പത്തിൽ ഗ്രാഫ് വരയ്ക്കാൻ പാകത്തിനുള്ള രീതിയിൽ വാല്യൂസ് എടുക്കുക. അപ്പോൾ ഇവിടെ ആദ്യത്തെ ലൈൻ നമുക്ക് വരയ്ക്കണം. x + 3y = 60. അതല്ലായിരുന്നു ആദ്യത്തെ ഇക്വേഷൻ. x + 3y = 60. അപ്പോൾ 0, 20, 6, 60, 0. 0, 20, 60, 0 അതാണ് നമുക്ക് ഫസ്റ്റ് മാർക്ക് ചെയ്യേണ്ട പോയിന്റ്. 0, 20 എന്നുള്ള പോയിന്റ് ഇതായിരിക്കും. 0, 20. 0,20. ഇനി 60, 0 എന്ന് പറഞ്ഞ പോയിന്റ് ഇതായിരിക്കും. 60, 0. 60,0. ഈ 2 പോയിന്റും ജോയിൻ ചെയ്ത് നമുക്ക് ലൈൻ വരയ്ക്കണം. അപ്പോൾ ഈ 2 പോയിന്റ് ജോയിൻ ചെയ്ത് നമ്മൾ ലൈൻ വരച്ചു. ഇനി അടുത്ത് നമുക്ക് ചെയ്യേണ്ടത് x + y = 10 എന്ന് പറഞ്ഞ ലൈനിലെ 2 പോയിന്റുകൾ 0, 10ഉം 10, 0 ആണ്. അപ്പോൾ അത് ഗ്രാഫിൽ മാർക്ക് ചെയ്യണം. പോയിന്റ്സ് ഏതൊക്കെയായിരുന്നു? 0,10, then 10,0. ഇതായിരുന്നു 2 പോയിന്റ്. 0, 10, 10, 0. അപ്പോൾ 0,10 എന്ന് പറയുമ്പോൾ y കോർഡിനേറ്റ് y ആക്സിസിലാണ് മാർക്ക് ചെയ്യേണ്ടത്. 0, 10 എന്നുള്ള പോയിന്റ് ഇവിടെ വരും. 0, 10 എന്നുള്ള പോയിന്റ് ഇതായിരിക്കും. 0,10. 10,0 എന്നുള്ള പോയിന്റ് ഇതായിരിക്കും. 10,0. ഇനി ഈ 2 പോയിന്റുകൾ നമ്മൾ ജോയിൻ ചെയ്ത് നമുക്ക് ലൈൻ വരയ്ക്കണം. അപ്പോൾ ഈ 2 പോയിന്റുകൾ നമ്മൾ ജോയിൻ ചെയ്ത് നമ്മൾ ലൈൻ വരച്ചു. ഇനി നമുക്ക് മൂന്നാമത്തെ ലൈൻ വരയ്ക്കണം. മൂന്നാമത്തെ ലൈനിൻ്റെ പോയിന്റ്സ് ഏതൊക്കെയായിരുന്നു? x = y എന്നുള്ള ലൈനായിരുന്നു. നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന പോയിന്റ്സ് 0, 0ഉം 2, 2 ആണ്. അപ്പോൾ ഏത് പോയിന്റ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാമെന്ന് തോന്നുന്നു. x = y എന്നുള്ള ലൈനാണ് നമുക്ക് വരയ്ക്കേണ്ടത്. ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന 1, 1, 2, 2, 3, 3, 4, 4 എന്നുള്ള രീതിയിൽ ഇവിടെയാണെങ്കിൽ 10, 10, 20, 20, 30, 30, 40, 40 അങ്ങനെ പോയിന്റുകൾ മാർക്ക് ചെയ്ത രീതി ആ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈനായിരിക്കും നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പോൾ ഇവിടെ 10, 10 എന്നുള്ളത് നമുക്ക് മാർക്ക് ചെയ്താൽ ഏകദേശം ഇവിടെ വരും. അപ്പോൾ ഇത് മെഷർമെൻ്റ് എടുത്ത് വരച്ചൊന്നുമല്ല, നിങ്ങൾ വരയ്ക്കുമ്പോൾ മെഷർമെൻ്റ് ഒക്കെ എടുത്ത് വരയ്ക്കുക കേട്ടോ. ഈ രീതിയിൽ പാസ് ചെയ്യുന്ന ഒരു ലൈനായിരിക്കും നമുക്ക് വരയ്ക്കേണ്ടത്. അതായത് ഒറിജിനിൽ കൂടെ പാസ് ചെയ്യണം. അപ്പോൾ ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന 10, 10, 20, 20, 30, 30 ആ രീതിയിൽ പാസ് ചെയ്ത് പോകുന്ന ഒരു ലൈൻ നമ്മൾ വരച്ചു. അതായത് x = y എന്നുള്ള ലൈൻ വരച്ചു. ഇനി നമ്മളിത് വരയ്ക്കുമ്പോൾ തന്നെ അതിന് പേര് കൊടുക്കണം, അല്ലെങ്കിൽ ആകെ കൺഫ്യൂഷൻ ആവും. ഇപ്പം നമ്മൾ വരച്ച ലൈൻസിനെല്ലാം പേര് കൊടുക്കുക. അപ്പോൾ ഇത് വരച്ചിരിക്കുന്ന x = y എന്നുള്ള ലൈനാണ്. ഇത് x + 3y = 60 എന്ന് പറയുന്ന ലൈൻ. x + y = 10 എന്ന് പറഞ്ഞ ലൈൻ. അങ്ങനെ 3 ലൈനും നമ്മൾ മാർക്ക് ചെയ്തു. 3 ലൈനും മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫീസിബിൾ റീജിയൻ മാർക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ ഇൻഇക്വാലിറ്റി നോക്കുക. ആദ്യത്തെ ഇൻഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ x + 3y < 60 എന്നാണ് പറഞ്ഞിരുന്നത്. ഒറിജിൻ 0, 0 എന്നുള്ള പോയിന്റ് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ 0, 0 ഇവിടെ കൊടുത്താൽ 0 + 0 എന്ന് വരും. അതായത് 0 < 60. 0 < 60 ട്രൂ ആണ്. 0 < 60 ആണ് അല്ലേ? അപ്പോൾ ട്രൂ ആയതുകൊണ്ട് ഒറിജിനിലേക്ക് ടെൻഡ് ചെയ്യുന്ന രീതിയിൽ വേണം ഗ്രാഫ് മാർക്ക് ചെയ്യാൻ. അപ്പോൾ x + 3y < 60 അതിൻ്റെ ലൈൻ എന്ന് പറഞ്ഞാൽ x + 3y = 60 ഇതാണ് ലൈൻ. ആ ലൈനിൻ്റെ താഴേക്ക് ഒറിജിൻ ഇവിടെയാണ്, ഒറിജിനിലേക്ക് ടെൻഡ് ചെയ്യുന്ന രീതിയിൽ വേണം മാർക്ക് ചെയ്യാൻ. അപ്പോൾ താഴേക്ക് ആരോ മാർക്ക് കൊടുക്കുക.
ജസ്റ്റ് ഇങ്ങനെ ആരോ ഇട്ടിട്ട് നിങ്ങൾ ലാസ്റ്റ് എല്ലാം കൂടെ കോമൺ ആയിട്ട് വരുന്ന ഭാഗം നോക്കിയാൽ മതി. എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 എന്നുള്ളതായിരുന്നു നമ്മുടെ രണ്ടാമത്തെ കൺസ്ട്രെയിൻറ്റ്. ഇതിൽ എന്ത് ചെയ്യണം? 0 0 എഗെയിൻ ഇതിനകത്തും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ 0 + 0 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 എന്നാണ് പറഞ്ഞേക്കുന്നത്. ശരിയാണോ? 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 ട്രൂ അല്ല അല്ലേ? ഈക്വലോ അല്ല അല്ലെങ്കിൽ ഗ്രേറ്റർ ദാനോ അല്ല. അപ്പോൾ ഇതെന്താ? ഇത് ഫോൾസ് ആണ്. ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? ഒറിജിനിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന രീതിയിൽ, ഒറിജിനിൽ നിന്ന് ഔട്ട്വേർഡ് ടെൻഡ് ചെയ്യുന്ന രീതിയിൽ മാർക്ക് ചെയ്യണം നമ്മുടെ പോർഷൻ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഏതായിരുന്നു? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 10. നമ്മുടെ ലൈൻ ഏതാ? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 10. ഈ ലൈനാണ്. അപ്പോൾ ഒറിജിനിലേക്ക് ടെൻഡ് ചെയ്യുന്ന, ട്രൂ ആയിരുന്നെങ്കിൽ നമ്മൾ ഒറിജിനിലേക്ക് ടെൻഡ് ചെയ്യുന്ന രീതിയിൽ എടുക്കും, ഇങ്ങോട്ട് താഴത്തോട്ട് മാർക്ക് ചെയ്യും. പക്ഷേ ഇവിടെ ഫോൾസാണ് കിട്ടിയാണ്. അതുകൊണ്ട് ഒറിജിനിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന രീതിയിൽ മാർക്ക് ചെയ്യാം. അതായത് പുറത്തേക്ക് ഇങ്ങനെ ആ ലൈനിൻ്റെ പുറത്തേക്കുള്ള രീതിയിൽ മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ താഴത്തേക്ക് റീജിയൻ ഇല്ല, മുകളിലേക്കാണ് പോർഷൻ വന്നേക്കുന്നത്. നമ്മുടെ മൂന്നാമത്തെ കൺസ്ട്രെയിൻറ്റ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഇത് ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന ലൈനാണ് അല്ലേ? എക്സ് ഈക്വൽ ടു വൈ എന്നുള്ള ലൈനാണ് നമ്മൾ വരയ്ക്കാനെടുത്തത്. അത് ഒറിജിനിലൂടെ പാസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് 0 0 ഒന്ന് കൊടുക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ പോസിബിൾ ആയിട്ട് വരില്ല. നമുക്ക് റീജിയൻ മാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ എക്സ് ഈക്വൽ ടു വൈ എന്നുള്ള ലൈനിൽ താഴെ വരുന്ന ഒരു പോയിന്റ് നമ്മൾ ചൂസ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 10,0 എന്നുള്ളൊരു പോയിന്റ്, 10,0 എന്നുള്ളൊരു പോയിന്റ്, 10,0 എന്ന് പറയുമ്പോൾ എക്സ് ആക്സിസിലെ പോയിന്റ് ആണ്. 10,0 ഇവിടെ ഈ പോയിന്റിലാണ്. അപ്പോൾ ഈ ലൈന് താഴെയുള്ളൊരു പോയിന്റ് ആണത്. ആ പോയിന്റ് എടുക്കുക. ഈ ലൈന് താഴെയുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്താൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ 10,0 എന്നുള്ളൊരു പോയിന്റ് ഞാൻ എടുത്തു. എന്നിട്ട് ഈ ഇനിക്വാളിറ്റിയിൽ കൊടുത്തു നോക്കുക. എക്സ് കോർഡിനേറ്റ് 10 ആണ്, വൈ കോർഡിനേറ്റ് 0. അപ്പോൾ 10 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. 10 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുന്ന കണ്ടീഷൻ ട്രൂ ആണോ? അല്ല അല്ലേ? ഇപ്പോൾ ഫോൾസ് ആണ്. ഇത് ഫോൾസ് ആയതുകൊണ്ട് റീജിയൻ എന്ന് പറയുന്നത് അപ്പർ പോർഷൻ ഓഫ് ദ ലൈൻ ആയിരിക്കും. അപ്പം ഒറിജിനിലേക്ക് ടെൻഡ് ചെയ്യുന്നത് ആ രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല. ആ ലൈനിൻ്റെ അപ്പർ പോർഷൻ ആണോ ലോവർ പോർഷൻ ആണോ നമ്മുടെ സൊല്യൂഷൻ റീജിയൻ വരണതെന്നാണ് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു 10 0 എന്നുള്ള പോയിന്റ് നമ്മൾ കൊടുത്തു നോക്കുമ്പോൾ ഫോൾസ് ആയിട്ടാണ് ഇവിടെ കിട്ടുന്നത്. അതുകൊണ്ട് ലൈനിൻ്റെ അപ്പർ പോർഷൻ ആയിരിക്കും റീജിയൻ എന്ന് പറയുന്നത്. റീജിയൻ ഈസ് ദ അപ്പർ പോർഷൻ ഓഫ് ദ ലൈൻ എക്സ് ഈക്വൽ ടു വൈ. അപ്പർ പോർഷൻ എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത്? മുകളിലേക്ക്. അതായത് ഇതാണ് ലൈൻ. ആ ലൈനിൻ്റെ അപ്പർ പോർഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുകളിലേക്ക്. ഓക്കെ, 3 ലൈനിൻ്റെയും നമ്മൾ റീജിയൻസ് മാർക്ക് ചെയ്തു. ഇനി ഫീസിബിൾ റീജിയൻ കാണാൻ വേണ്ടി 3ലും കൂടെ കോമൺ ആയിട്ട് വരുന്ന പോർഷൻ ഏതാണെന്ന് നോക്കാം. ഫസ്റ്റ് ലൈനിൽ ഇങ്ങനെ താഴത്തേക്ക്, ഈ ലൈനിൽ ഇത് മുകളിലേക്ക്, ഈ ലൈനിൽ ഇങ്ങനെ പുറത്തോട്ട്. അപ്പോൾ 3ലും കൂടെ കോമൺ ആയിട്ട് വരുന്ന ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു പോർഷൻ ആയിരിക്കും വരിക. ഈ ഒരു പോർഷൻ മുകളിൽ ഈ വരുന്ന ഈ ഒരു ഭാഗം മാത്രമായിരിക്കും കോമൺ റീജിയൻ ആയിട്ട് വരുന്നത്. അത് മാർക്ക് ചെയ്ത് കാണിക്കാം. 3 കൺസ്ട്രെയിൻറ്റും കൂടെ നമ്മൾ എടുത്തിട്ട് ഗ്രാഫ് വരയ്ക്കുമ്പോൾ വരുന്ന ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത് ഈ ഷെയ്ഡഡ് പോർഷൻ ആയിരിക്കും. ഇനി ഇവിടെ വേണം നമുക്ക് കോർണർ പോയിന്റുകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫീസിബിൾ റീജിയന് പേര് കൊടുത്താൽ ഇത് എ, ഇത് ബി, ഇത് സി, ഇത് ഡി. ABCD എന്ന് പേര് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എ എന്നുള്ള പോയിന്റ് ഏതായിരിക്കും? 0,10. ബി എന്നുള്ള പോയിന്റ് ഏതായിരിക്കും? നമുക്കറിയില്ല, ഇത് കണ്ടുപിടിക്കണം. ഏതൊക്കെ ലൈനിൻ്റെ ഇൻ്റർസെക്ഷൻ ആയിട്ടാണ് ഈ ബി എന്നുള്ള പോയിന്റ് വന്നേക്കുന്നത്? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 10ഉം എക്സ് ഈക്വൽ ടു വൈ എന്നുള്ള ലൈനിൻ്റെയും കൂടെ കോമൺ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് ആണ് ബി ആയിട്ട് വന്നേക്കുന്നത്. അപ്പോൾ അങ്ങനെ അത് സോൾവ് ചെയ്ത് ബി കണ്ടുപിടിക്കണം. സി എന്നുള്ള പോയിന്റും നമുക്കറിയില്ല. അപ്പോൾ അത് 2 ലൈൻസിൻ്റെ ഇൻ്റർസെക്ഷൻ ആണ്. എക്സ് ഈക്വൽ ടു വൈ എന്നുള്ള ലൈനിൻ്റെയും എക്സ് പ്ലസ് 3y ഈക്വൽ ടു 60 എന്ന് പറയുന്ന ലൈനിൻ്റെയും കൂടെ ഇൻ്റർസെക്ഷൻ ആണ് ഈ സി എന്നുള്ള പോയിന്റ്. ഡി എന്നുള്ള പോയിന്റ് നമുക്കറിയാം 0,20. അപ്പോൾ അറിയാത്ത പോയിന്റുകൾ നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് ഓരോ പോയിന്റിലും ഉള്ള ഇസഡിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ എഴുതാം? ABCD ഈസ് ദ ഫീസിബിൾ റീജിയൻ ആണ്. ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഡ്രോ ദ ഫീസിബിൾ റീജിയൻ. അപ്പോൾ ഫീസിബിൾ റീജിയൻ നമ്മൾ വരച്ചു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ വെർട്ടിസസ് ഓഫ് ദ ഫീസിബിൾ റീജിയൻ. അതിൻ്റെ ഓരോ വെർട്ടിസസും ആണ് ഇനി എഴുതേണ്ടത്. വെർട്ടിസസ് ഓഫ് ദ ഫീസിബിൾ റീജിയൻ ആർ, വെർട്ടിസസ് ഓഫ് ഫീസിബിൾ റീജിയൻ ആർ ഇതൊക്കെയായിരുന്നു. എ എന്നുള്ള പോയിന്റ് 0,10. ബി അറിയില്ല, ബി കാണണം. സി എന്നതും അറിയില്ല, അതും കണ്ടുപിടിക്കണം. ഡി എന്ന പോയിന്റ് ഏതൊക്കെയായിരുന്നു? 0,20.
കാണാൻ വേണ്ടി നമുക്ക് ഏതൊക്കെ ഇക്വേഷൻസ് ആണ് സോൾവ് ചെയ്യേണ്ടത് നോക്കി. ബി എന്നുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 10 എക്സ് ഈക്വൽ ടു വൈ എന്നുള്ള രണ്ട് ലൈൻസിൻ്റെ ഇൻ്റർസെക്ഷൻ ആണ് ബി എന്നുള്ള പോയിന്റ്. അപ്പോൾ നമുക്ക് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 10 അതുപോലെ എക്സ് ഈക്വൽ ടു വൈ എന്നുള്ള രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്യണം. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 10 ആൻഡ് എക്സ് ഈക്വൽ ടു വൈ എന്നുള്ള രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്താൽ നമുക്ക് ബി എന്നുള്ള പോയിന്റ് കിട്ടും. അപ്പോൾ ഇവിടെ എക്സ് ഈക്വൽ ടു വൈ ആണ്. അപ്പോൾ ഈ ഇക്വേഷനിൽ വൈക്ക് പകരം ഞാൻ എക്സ് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന എന്താ, എക്സ് പ്ലസ് വൈക്ക് പകരം ഈ എക്സിനെ കൊടുക്കും. അപ്പോൾ വൈക്ക് പകരം എക്സ് കൊടുത്താൽ എക്സ് പ്ലസ് എക്സ് ഈക്വൽ ടു 10 വരും. അതായത് 2x ഈക്വൽ ടു 10 വരും. ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു 10/2 അതായത് 5 വരും. ഇനി ഇവിടെ ഒരു കണ്ടീഷനുണ്ട്, എക്സ് ഈക്വൽ ടു വൈ ആണ്. എക്സിൻ്റെ വില എന്താണോ അത് തന്നെയാണ് വൈ. ഇവിടെ എക്സ് ഈക്വൽ ടു 5 എന്ന് കിട്ടി, അതുകൊണ്ട് വൈ എന്താണ് 5 തന്നെയാണ്. സോ എക്സ് ഈക്വൽ ടു വൈ ഈക്വൽ ടു 5 എന്ന് കിട്ടി. പോയിന്റ് എങ്ങനെ എഴുതാം, 5,5. അപ്പോൾ ബി എന്നുള്ള പോയിന്റ് ഏത് വരും, 5,5 എന്ന് വരും. അപ്പോൾ ബി എന്നുള്ള പോയിന്റ് 5,5 ആയിരിക്കും. ഇനി അടുത്ത പോയിന്റ് സി കണ്ടുപിടിക്കണം. സി കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ സി ഏതൊക്കെ തമ്മിലാണ് ഇൻ്റർസെക്ട് ചെയ്യണമെന്ന് നോക്കാം. സി എന്നുള്ള പോയിന്റ് എക്സ് ഈക്വൽ ടു വൈ എന്നുള്ള ലൈനും എക്സ് പ്ലസ് 3y ഈക്വൽ ടു 60 എന്ന് പറയുന്ന ലൈനും തമ്മിലുള്ള ജോയിനിങ് പോയിന്റ് ആണ്, അല്ലെങ്കിൽ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് ആണ് സി എന്ന് പറയുന്നത്. ഈ രണ്ട് ഇക്വേഷനും കൂടെ സോൾവ് ചെയ്താൽ സി എന്നുള്ള പോയിന്റ് നമുക്ക് കിട്ടും. അപ്പോൾ എക്സ് പ്ലസ് 3y ഈക്വൽ ടു 60, നമ്മുടെ ഇക്വേഷൻ എന്താ, എക്സ് പ്ലസ് 3y ഈക്വൽ ടു 60 ആൻഡ് എക്സ് ഈക്വൽ ടു വൈ. ഈ രണ്ട് ഇക്വേഷനും കൂടെ സോൾവ് ചെയ്യണം. ഈ രണ്ടും കൂടെ ഇക്വേഷൻ സോൾവ് ചെയ്താൽ എക്സ് ഈക്വൽ ടു വൈ ഇതുപോലെ തന്നെ ആദ്യം ചെയ്ത പോലെ തന്നെ എക്സ് ഈക്വൽ ടു വൈ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എക്സ് പ്ലസ് 3y എന്ന്, അതായത് 3x എന്ന് ഞാൻ കൊടുക്കും, ഈക്വൽ ടു 60 എന്ന് വരും. അതായത് 3x പ്ലസ് എക്സ് ദാറ്റ് ഈസ് 4x ഈക്വൽ ടു 60 എന്ന് വരും. അതായത് എക്സ് ഈക്വൽ ടു 60/4 എന്ന് വരും. 60/4ൻ്റെ വാല്യൂ 15 അല്ലേ, കട്ട് ചെയ്താൽ 15 എന്ന് വരും. അപ്പോൾ എക്സ് ഈക്വൽ ടു 15 ആണെങ്കിൽ വൈ എന്ത് തന്നെയാണ്, 15 തന്നെയായിരിക്കും. എക്സ് ഈക്വൽ ടു വൈ ഈക്വൽ ടു 15 ആയതുകൊണ്ട് പോയിന്റ് എങ്ങനെ വരും, സി എന്നുള്ള പോയിന്റ് എങ്ങനെ വരും, 15,15 എന്ന് വരും. സി 15 എന്ന് വരും. അപ്പോൾ ഇവിടെ വാല്യൂ 15,15 എന്ന് കിട്ടി. അപ്പോൾ എ ബി സി ഡി 4 പോയിന്റും നമുക്ക് കിട്ടി, കോർണർ പോയിന്റുകൾ കിട്ടി. നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഫൈൻഡ് ദ വെർട്ടിസസ് ഓഫ് ദ ഫീസിബിൾ റീജിയൻ. അപ്പോൾ ഓരോന്നിൻ്റെ വെർട്ടിസസ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി മൂന്നാമത്തെ, ഫൈൻഡ് ദ മിനിമം വാല്യൂ ഓഫ് ഇസഡ് സബ്ജക്ട് ടു ദ ഗിവൺ കൺസ്ട്രെയിന്റ്. അതിൻ്റെ മിനിമം വാല്യൂ കണ്ടുപിടിക്കണം. ഓരോ പോയിന്റിലുള്ള ഈ എ ബി സി ഡി 4 പോയിന്റിലുള്ള മിനിമം വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഇസഡ് ഈക്വൽ ടു 3x പ്ലസ് 9y ആയിരുന്നു തന്നിരുന്ന ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. നമുക്ക് ഇതിനെയാണ് മിനിമൈസ് ചെയ്യേണ്ടത്. കോർണർ പോയിന്റ് ബോക്സിൽ എഴുതുക. പിന്നെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഓഫ് ഇസഡ് ഈക്വൽ ടു 3x പ്ലസ് 9y വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇവിടെ എഴുതുക. അതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ കോർണർ പോയിന്റ് ആദ്യത്തെ പോയിന്റ് എ ആണ്. എ എന്നുള്ളത് പോയിന്റ് ഏതായിരുന്നു, 0,10. എ 0,10ൽ ഇതിൻ്റെ വാല്യൂ എന്താ നോക്കുക. അതായത് എക്സിൻ്റെ പ്ലേസിൽ 0 കൊടുക്കണം, വൈയുടെ പ്ലേസിൽ 10 കൊടുക്കണം. അപ്പോൾ ഇസഡ് എന്ന് പറയുന്നത് 3 × 0 പ്ലസ് 9 × 10. 3 × 0 0 ആയിപ്പോയി, 9 × 10 90. ഓക്കെ, 90 എന്ന് കിട്ടും. ഇനി അടുത്ത പോയിന്റ് ബി. ബിയുടെ വാല്യൂ നമുക്കിപ്പോൾ ഇവിടെ കിട്ടി, ഏതാ 5 കിട്ടി. ആ 5 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇസഡ് ഈക്വൽ ടു 3 × 5 പ്ലസ് 9 × 5. 3 × 5 എന്ന് പറഞ്ഞാൽ 15, 9 × 5 എന്ന് പറഞ്ഞാൽ 45. രണ്ടുകൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 60 എന്ന് കിട്ടും. അടുത്ത പോയിന്റ് സി. സിയുടെ വാല്യൂ 15. ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇസഡ് ഈക്വൽ ടു 3 × 15 പ്ലസ് 9 × 15. വാല്യൂ എഴുതാൽ 3 × 15 വാല്യൂ 45 പ്ലസ് 9 × 15 എന്ന് പറയുമ്പോൾ 135. ആഡ് ചെയ്താൽ 180 എന്ന് വരും. അടുത്ത ലാസ്റ്റ് പോയിന്റ് ഡി. ഡിയുടെ വാല്യൂ എന്തായിരുന്നു, ഡി എന്നുള്ള പോയിന്റ് ഏതായിരുന്നു, 0,20 ആയിരുന്നു. ആ വാല്യൂ ഇവിടെ കൊടുക്കുക. ഇസഡ് ഈക്വൽ ടു 3 × 0 പ്ലസ് 9 × 20. ദാറ്റ് ഈസ് 0 പ്ലസ് 9 × 20 180 എന്ന് വരും. 180. അപ്പോൾ ഇവിടെയും 180, ഇവിടെയും 180 കിട്ടി. ഇത് 60, ഇത് 90 വരും. നമ്മളെ ഫംഗ്ഷൻ എന്തായിരുന്നു, മിനിമൈസേഷൻ ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഏറ്റവും മിനിമം വാല്യൂ ഏതാണോ തന്നിരിക്കുന്ന, നമുക്ക് കിട്ടിയിരിക്കുന്ന ഇസഡ് വാല്യൂകളിൽ ഏറ്റവും മിനിമം ഏതാണോ, ഏറ്റവും കുറഞ്ഞത് ഏതാണോ, അതാണ് നമ്മൾ ഉത്തരമായിട്ട് എടുക്കേണ്ടത്. ഇത് 90, 60, 180, 180. ഏറ്റവും കുറഞ്ഞത് ഏതാ, 60 ആണ് അല്ലേ.
ഏറ്റവും കുറഞ്ഞത് ഏതാ? ഈ 60 വാല്യൂ ആണ് ഏറ്റവും കുറഞ്ഞത്. അപ്പോൾ അതാണ് നമ്മുടെ ആൻസർ ആയിട്ട് എടുക്കേണ്ടത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ B55 ആണ് അവിടുത്തെ പോയിന്റ്. ഓക്കെ, അപ്പോൾ ആൻസർ ലാസ്റ്റ് എങ്ങനെ എഴുതണം? മിനിമം വാല്യൂ ഓഫ് Z ഈക്വൽ ടു എന്ത് വരണം? 60 അറ്റ് ഏത് പോയിന്റ്? അറ്റ് B55 എന്നുള്ള പോയിന്റിൽ Z ഈക്വൽ ടു 60 എന്ന് പറയുന്നതാണ് മിനിമം വാല്യൂ. അപ്പോൾ ഈ ലാസ്റ്റ് എടുത്ത് എഴുതുന്നതിനാണ് എല്ലാവരും തെറ്റിക്കുന്നത്. മിനിമം വാല്യൂ ആണോ മാക്സിമം വാല്യൂ ആണോ നോക്കുക. ഇപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാതെ വേഗം മാക്സിമം വാല്യൂ എഴുതരുത്. അപ്പം ഫംഗ്ഷൻ മിനിമൈസ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ കിട്ടിയിരിക്കുന്ന ഇസഡുകളിൽ ഏറ്റവും മിനിമം വാല്യൂ ഏതാണെന്ന് നോക്കിയിട്ട് എഴുതണം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ Z ഈക്വൽ ടു 60 അറ്റ് ദ പോയിന്റ് 55 ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ഈ പ്രോബ്ലം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കുക. എല്ലാ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.